ജീവ സന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രതിദിന ധ്യാന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 24-ാമത്തെ വചനം. കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പിൻ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഒരു ഏടാണ് എടുത്തു കാണിച്ചിരിക്കുന്നത്. ന്യായപ്രമാണം അവർക്ക് നൽകിയിട്ടും ആ ന്യായപ്രമാണം അവർ ശരിയായ നിലയിൽ പാലിച്ചില്ല. മാത്രമല്ല, മോശയുടെ കാലത്തുണ്ടായിരുന്ന നിയമങ്ങൾ പരീശന്മാർ തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഉണ്ടാകുമ്പോൾ കർത്താവ് അവരോട് പറയുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശബത്തിൽ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയാലോ ഒരു മൃഗത്തെ രക്ഷപ്പെടുത്തിയാലോ അത് നല്ല കാര്യമാണ്, നിങ്ങൾ അതിനെ വിമർശിക്കാനായിട്ട് പാടില്ല. നിങ്ങൾ കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പിൻ എന്ന് കർത്താവ് പറയുകയാണ്. സത്യത്തിൽ ഈ വചനത്തിന്റെ ആദ്യ ഭാഗമാണ് എന്നെ ചിന്തിപ്പിക്കുവാൻ ഇടയായത്. കാഴ്ചപ്രകാരം വിധിക്കരുത്. പലപ്പോഴും ഞാനും നിങ്ങളും ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ കണ്ണിന് കാണുന്നത് പോലെ വിധിക്കുന്ന ആളുകളാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് എന്നാണ്. എന്നാൽ ഇവിടെ അല്പം കൂടെ വ്യത്യസ്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, കാഴ്ചപ്രകാരം നിങ്ങൾ വിധിക്കാൻ പാടില്ല. 8-ാം അധ്യായം 15-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു എന്ന് പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ ജഡപ്രകാരവും കാഴ്ചപ്രകാരവും വിധിക്കുന്ന ആളുകൾ ആ കാലഘട്ടത്തിലും ഇന്നും ഉണ്ട് എന്നുള്ളത് വളരെ ചിന്തനീയമായിരിക്കുന്ന കാര്യമാണ്. കാഴ്ചപ്രകാരം പലപ്പോഴും വിധിച്ചതിന്റെ ഫലമായി പല അബദ്ധങ്ങളും അബദ്ധജടിലമായ പ്രവർത്തനങ്ങളും ചെയ്തതായി തിരുവചനത്തിൽ ചില രേഖകൾ നമുക്ക് കാണുവാൻ കഴിയും. ഏറ്റവും നല്ല ഉദാഹരണമാണ് 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ ദാവീദിന്റെ പിതാവായ ഇശായി ചെയ്യുന്നത്. ശമൂവേൽ പ്രവാചകൻ ഇശായിയുടെ ഭവനത്തിലേക്ക് അഭിഷേക തൈലവുമായി വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആരോഗ്യ ദൃഢഗാത്രന്മാരായ എല്ലാവരെയും അഭിഷേകം ചെയ്യുവാൻ ഇറക്കിവിടുന്നതായി കാണാൻ കഴിയും. മൂത്ത മകൻ മുതൽ ആരോഗ്യ ദൃഢഗാത്രന്മാരായ എല്ലാവരെയും ഇറക്കി നിർത്തി. പക്ഷേ അവരെ ഓരോരുത്തരെയും ദൈവം തള്ളി. ഇശായിയുടെ ചിന്ത പോയത്, ദൈവം രാജാവായി അഭിഷേകം ചെയ്യുവാൻ എൻ്റെ ഭവനത്തിൽ വന്നിരിക്കുന്നത് ഏറ്റവും ആരോഗ്യ ദൃഢഗാത്രന്മാരായവരെ സ്വീകരിക്കാനായിരിക്കാം എന്നുള്ള നിലയിലാണ്. ശമൂവേലിന് സംശയമായി, നിന്റെ മക്കളിൽ എല്ലാവരുമായോ? ഉടനെ ഇശായി പറയുന്നൊരു വാചകമുണ്ട്, ഉള്ളവരിൽ ഏറ്റവും ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാണ്. കാഴ്ചപ്രകാരം അവന്റെ വിധി അനുസരിച്ച് അവൻ ആട്ടിടയനാണ്. അവനെ രാജാവാക്കുവാനൊന്നും സാധ്യമല്ല, അതിനുള്ള കഴിവൊന്നുമില്ല. പക്ഷേ ശമൂവേൽ പറഞ്ഞത്, അവനെ വരുത്താതെ ഞാൻ പന്തിക്കിരിക്കില്ല എന്നുള്ളതാണ്. കാഴ്ചപ്രകാരം ഇശായി വിധിച്ചു. ദാവീദിന് അതേ കഴിവുള്ളൂ. പക്ഷേ ഇസ്രായേലിനെ മേയിപ്പാനുള്ള, ഇസ്രായേലിന് 40 വർഷം ഭരണാധികാരിയായി ഇരിക്കുവാനുള്ള ഏറ്റവും യോഗ്യതയുള്ള ആൾ ആ ദാവീദായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. 1 ശമൂവേൽ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത് കാഴ്ചപ്രകാരം വിധിച്ച ഒരാളെ നമുക്ക് കാണാം. ദാവീദും ഗോലിയാത്തുമാണ്. ഗോലിയാത്ത് ഏറ്റവും വലിയ മല്ലനാണ്, ആ കാലത്തെ ഏറ്റവും വലിയ മല്ലന്മാരിൽ ഒരാളാണ്. ദാവീദ് ഏറ്റവും ചെറിയ ബാലനാണ്. കയ്യിൽ ചെറിയ ഒരു കവണയും 5 കല്ലുമായി നടന്നു നീങ്ങുന്ന ദാവീദിനെ കാണുമ്പോൾ ഗോലിയാത്ത് കാഴ്ചപ്രകാരം ഒന്ന് വിധിച്ചു, നീ നല്ല പവിഴ നിറമുള്ളവനാണ്, നീ ബാലനാണ്, പക്ഷെ നീ എൻ്റെ നേരെ ഈ കല്ലും വടിയും ഒക്കെയായിട്ട് വരാൻ ഞാൻ എന്നാ നായാണോ? അവിടെ ഗോലിയാത്തിന്റെ കാഴ്ചപ്പാടിൽ ദാവീദ് ഏറ്റവും ചെറിയ ഒരാളാണ്. കാഴ്ചപ്രകാരം വിധിച്ചു, നിന്നെ ഞാൻ ആകാശത്തിലെ പറവുകൾക്കും നിന്റെ ശരീരം ആകാശത്തിലെ പറവുകൾക്ക് കൊടുക്കും എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. കാഴ്ചപ്രകാരം നാം വിധിച്ചാൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇടയാകും എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ തെളിവാണ്
ഗോലിയാത്തിൻ്റെയും ദാവീദിൻ്റെയും സംഭവം നമ്മെ വെളിവാക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മൂന്നാമതൊരു സംഭവം കാണാൻ കഴിയും. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ 46 മുതലുള്ള വാചനങ്ങൾ വായിക്കുമ്പോൾ നഥനയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അവിടെ കാണാൻ കഴിയും. ആ നഥനയേൽ അവിടെ ഫിലിപ്പോസ് അവനോട് പറയുന്നുണ്ട്, നമുക്ക് നഥനയേൽ വരികയാണ്. ഫിലിപ്പോസും നഥനയേലും ഒരുമിച്ച് വരുമ്പോൾ പറയുകയാണ്, ഞാൻ മശിഹയെ കണ്ടെത്തിയിരിക്കുകയാണ്. അവൻ ആ നസ്രയത്തുകാരനാണ്. ഉടനെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഫിലിപ്പോസിന്റെ കാഴ്ചപ്പാടിൽ ആ നസ്രയത്ത് ശാപിക്കപ്പെട്ട ഒരു പട്ടണമാണ്. അവിടെ നിന്ന് നന്മയൊന്നും വരാൻ സാധ്യതയുള്ള ഒരു പട്ടണമല്ല. കാഴ്ചപ്രകാരം താൻ വിധിച്ചു. പക്ഷേ നസ്രയത്തിൽ നിന്ന് വന്ന ഏറ്റവും വലിയ നന്മ കർത്താവായ യേശുക്രിസ്തുവാണ്. നസ്രായൻ എന്നുള്ള പേരിന് തന്നെ അർഹനാകുകയും ആ നസ്രായൻ ലോകത്തിലുള്ള മാനവജാതിക്ക് വേണ്ടി യാഗമായി തീരുകയും ലോകത്തിലെ മാനവജാതിയെ സ്വർഗം പോകുവാൻ തക്കവണ്ണം തന്റെ മരണമുഖാന്തരം ഇടയാക്കുകയും ചെയ്ത ഏറ്റവും അത്യുജ്വലനായ പ്രജോജ്വലനായ ഒരു വ്യക്തിപ്രഭാവം. പ്രിയമുള്ളവരെ, നാം കാഴ്ചപ്രകാരം വിധിക്കുവാൻ പാടില്ല. ചിലരെ നാം കാഴ്ചപ്രകാരം ഇടിച്ചു താത്താൽ ദൈവം അവരെ ഉയർത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് കാഴ്ചപ്രകാരം വിധിക്കാതെ നീതിയുള്ള വിധി വിധിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ നൽകിയോണ്ട് സ്തോത്രം. ഈ ദിവസം വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വിടുതലിന് കരം നീട്ടണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.